അങ്ങനെ സത്യങ്ങളാണ് പിന്നെ പറയാൻ പാടില്ല. അപ്രിയ സത്യങ്ങൾ അതെനിക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞത്. ഇപ്പോഴും ഞാൻ ആലോചിച്ച് മനസ്സിലായി പുള്ളിയുടെ മാരീഡ് ലൈഫ് നല്ല ബാധിക്കും. കൂടിക്കലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ തെറ്റായി തിരിച്ചറിഞ്ഞിട്ട് മാറ്റുക എന്നുള്ളത് എന്ത് തരത്തിലുള്ള ശരിയാണ്. ഞാൻ ജയിലിൽ കിടക്കണോ പെരേരെ കുറിച്ച് പറഞ്ഞിരുന്നത്? പറഞ്ഞിരിക്കുന്നത് അതിനാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഞാൻ 100% കടത്തറക്കാണ് സത്യം പറഞ്ഞത്. പെരേരെ കുറിച്ച് മാത്രമാണ് താങ്കൾ പറഞ്ഞത്. കിസ് ചെയ്യാൻ താല്പര്യമുള്ളൂ പറഞ്ഞത്. സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം പറഞ്ഞാൽ ലിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ലേ? കിസിന് എന്താ കുഴപ്പം? ഈ ലിപ്ലോക്കിന് എന്താ കുഴപ്പം? അത് പറയാം. എന്താ പ്രശ്നം? ഇതാണ് ആശയം ലിപ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം. എന്ത് ലിപ്ലോക്കിന് എന്താ കുഴപ്പം പറയാം? നമ്മൾ ആരും അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ആശുപത്രി പറഞ്ഞല്ലോ ഒരാളെ ഉമ്മ വെച്ച പ്രശ്നമാണ്. 10 രൂപ വരെ ഇടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഒരു ഉമ്മ കൊടുത്താൽ സംഭവിക്കാൻ വേണം എന്ന് പറയാം. ഉമ്മ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും എടുക്കുന്ന രീതി കൊടുക്കാണ് ശരിയല്ല. അണ്ണൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലല്ലോ പറയുന്നത് ഞാൻ ചോദിച്ചത്. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു നടിയെ ചെയ്യാൻ താല്പര്യമുണ്ട്. റെക്കോർഡിക്കലായിട്ട് പറയുമ്പോ മോശമാണ്. മോശമല്ല, താങ്കൾക്ക് മോശമല്ല. എങ്ങനെയാണ് മോശമാണ്? ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അത് മോശമല്ല. അത് ശരിയാണ്. അത് പോയിന്റാണ്. നമ്മളിലേക്ക് പറയുന്നത് നമ്മുടെ ആൾക്കാരോട് പറയുന്നത് നമുക്ക് ഇല്ല. അത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഒരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്. ഇത് ഇവിടുത്തെ മതങ്ങൾ മറ്റുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. റെക്കോർഡിക്കലായിട്ട് കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പെങ്ങളെ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കണം അത് ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? അത് തെറ്റാണോ? ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിൽ താങ്കളത് റെക്കോർഡിക്കലായിട്ട് ഹാരാസ്മെന്റ് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചും ലിപ്ലോക്ക് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ സമ്മതമായിട്ടാണ് അവർ ചെയ്യുന്നത്. ചോദിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ലിപ്ലോക്ക് ചെയ്യണം. ലിപ്ലോക്ക് ആണല്ലോ അവരെത്ര സ്ക്രീനിൽ മറ്റേ എത്ര കണ്ടോ കാണുമ്പോൾ ഉള്ളതെന്ന് പറയുന്നുണ്ടല്ലോ. ലിപ്ലോക്കിന്റെ എന്താ കുഴപ്പം? അത് പറയാം. ലിപ്ലോക്കിന് കുഴപ്പമില്ല. അത് പരസ്പരം സമ്മതം. ഞാൻ അവരെ ബലം പിടിച്ച് ജയിപ്പിച്ചിട്ടുണ്ടോ? വലിയ വലിയ ആളുകളെയാണ്. അതായത് ഒരു സെലിബ്രിറ്റിനെയാണ് താങ്കൾ പറയുന്നത്. ഈ സെലിബ്രിറ്റിനെ പറയുമ്പോൾ സെലിബ്രിറ്റിനെ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ മറ്റുള്ളവരെ എന്തൊക്കെയാണ് നിർബന്ധിച്ചാണ് സിനിമാ ഫീൽഡ് വായിച്ചിരുന്നു. ഞാൻ പറയാൻ അപ്പൊ അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സർക്കാർ ഒളിപ്പിച്ചിരിക്കുക. വളരെ പേരുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും പേരുണ്ട്. ഇതിന് നിർബന്ധപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒരാളെ ഫോൺ ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരു ആണും പെണ്ണും കൺസെന്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിർബന്ധിച്ച് ചെയ്യണം പറയാതെ. എന്നിട്ട് അവരുടെ മാന്യമായിട്ട് നടക്കുകയാണ്. നമ്മളുടെ ആഗ്രഹം നമ്മുടെ ഒരു പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലെ ആരും ഞാൻ ആരും നിർബന്ധിക്കില്ലല്ലോ. നിർബന്ധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കാര്യം പറയുമ്പോഴാണ് ഞാൻ ചോദിച്ചത്. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇപ്പൊ ഓരോരുത്തരും വന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് താങ്കൾ ഈ സെലിബ്രിറ്റികളാണ് പറയുന്നത്. താങ്കൾ പേഴ്സണലായിട്ട് സാധാരണ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണുന്നുണ്ടോ? താങ്കൾ അവിടെ അതുപോലെ ഇന്ന പെൺകുട്ടി കഥാപാത്രമാണ്. അവര് സമയത്ത് ഇന്നൊരു പെൺകുട്ടി വീടിന്റെ അടുത്തുള്ള ഇന്ന പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി സിനിമയിൽ വന്നു. ആ പെൺകുട്ടി വീടിന്റെ അടുത്തുള്ളതാണ്. അവർക്ക് നല്ലൊരു ആളുകളുണ്ട്. അവരുടെ അടുത്ത് പറയാണ് ഇന്ന പെൺകുട്ടി ഞാൻ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് ലിപ്ലോക്ക് ചെയ്യാൻ തോന്നി. അപ്പൊ അവിടെ താങ്കൾ പറയാണ് എനിക്ക്
ഈ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. മാധവിക്കുട്ടി റൈറ്റർ മാധവിക്കുട്ടി മൈത്രി ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. പറയുന്നത് തെറ്റാവും. നിങ്ങൾ ഈ തെറ്റാണ് തെറ്റാണ് എന്തുകൊണ്ട് തെറ്റാണ് പറയുന്നത്? അത് പോയിന്റാണ്. എന്റെ ഭർത്തനോടോ എന്റെ അമ്മയോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. മതങ്ങൾ വച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഓർത്താണ് ക്രിസ്ത്യാനികൾ ഒപ്പം അത് ഞാൻ ഇപ്പോഴും അത് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സംഭവം പാപം എടുത്തുകൊണ്ട് സൊസൈറ്റി എടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. ഇത് പാപമായിട്ട് എടുത്തിരിക്കാൻ ബിസിനസ് ഉണ്ടാക്കിയതാണ്. സ്വന്തം ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് ചൊറിയുമെന്ന് പറയുന്നത് അല്ല, അതും എനിക്ക് തോന്നുന്നത് അതും സൊസൈറ്റി കുഴപ്പമാണ്. അതും ഞാൻ അല്ല അതും ഞാൻ എന്നെ സിസ്റ്ററെ കുറിച്ച് അമ്മയോട് പറയണം. ഞാൻ ജനിച്ചു പറഞ്ഞ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. അത് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ തിരിച്ച് മെസ്സേജ് ചെയ്യാൻ തോന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നുള്ളൂ, ആരും മെസ്സേജ് എടുക്കുന്നുണ്ടോ? അത് അങ്ങനെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാൻ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടമായി, ഞാൻ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഏത് നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള ആളുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെ പറയുമെന്ന് ഞാനിപ്പോ ഒരാൾക്ക് ഇതൊരു മോശമായ കാര്യം കൊണ്ടല്ലേ, മോശം ചിന്തിക്കുന്നതുകൊണ്ടല്ലേ അത് മോശമെന്ന് പറയണം. മോശമായ കാര്യം ആണെന്ന് ആരെ പറഞ്ഞാണ്? മോശമായ കാര്യം അയാളുടെ പേഴ്സണൽ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ചുറ്റും ഞാൻ അത് സിനിമയിലാവണം. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ പ്രസ്സാണെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ഒപ്പം ഏറ്റവും അടുത്ത പ്രസ് ഉണ്ട്. ഇവിടെ ഭാവനയ്ക്ക് മാധവ പ്രസ് ഉണ്ടായി, ബൈമൻ അബിയാർ ഉടുമുന്ന പ്രസ് ഉണ്ടായി. പ്രശ്നമൊന്നും കൂടെ പ്രസ് തോന്നിയ ഒപ്പത്താണ്. അതുകൊണ്ടാണോ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ താങ്കൾ ഇങ്ങനെ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തകാലത്ത് പറഞ്ഞിട്ട് തങ്ങൾ വിവാദമായതും തങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായതും കേസിനെ കുറിച്ച് പറയണ്ട, അത് പറയാൻ അത് കേസാണെന്ന് പറയണ്ട. വേറെ കാര്യം പറഞ്ഞു, പ്രണയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കാര്യം ഇവിടെ മീഡിയയിൽ വിറ്റ് പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് കോമാളിത്തം, അത് പിറകിലേക്ക് കാണിക്കാൻ പറ്റില്ല, വേറെ പറ്റില്ല. 2 അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്. 3 അപരാധം, കുറ്റം പറയാം. ഇതിൽ 1ാമത്തെ കാര്യം പറ്റില്ല. 2, 3 ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ടല്ലേ വീഡിയോ അങ്ങനെ കാണിക്കില്ല. നല്ലൊരു കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് മാസ്റ്റർ കുറിച്ച് അറിയുന്നത് നല്ലൊരു വീഡിയോ ഇട്ട് നല്ലൊരു കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരും കാണും. ഓൺലൈൻ വീഡിയോ ഞാൻ പറയാത്ത എത്ര കാര്യം വളച്ചു പിടിച്ചു കൊടുത്തു. ഞാൻ അമിത് ചാക്ലർ ഒരു ആക്ടർ ഉണ്ട്, പുള്ളി അനുഭവം പഠിച്ച പുള്ളി വീഡിയോ പറഞ്ഞു ഇങ്ങനെ ആള് ജീനിയസ് ആണ് അതിൽ പറഞ്ഞു ബുദ്ധിമാനൊക്കെ പറഞ്ഞു. വീഡിയോ ഇട്ടെന്ന് അറിയാം. അമിത് ചാക്ലർ പറഞ്ഞു ഇയാൾ വണ്ടേ കോഴിയാണ്. ഞാൻ പറയാത്ത കാര്യമാണ്. അമിത് ചാക്ലർ പറഞ്ഞിട്ടില്ല. വീഡിയോ ഇട്ടതിന് അങ്ങനെയാണ്. വീഡിയോ വന്നു. വീഡിയോ വന്നിട്ട് ഇങ്ങനെ ക്യാപ്ചർ കൊടുത്തിട്ടാ. ഈ ക്യാപ്ചർ കൊടുക്കുന്ന പല പ്രശ്നമുണ്ട്. ഞാൻ പറ്റേ എന്നെ വണ്ടൊക്കെ പോലീസ് വന്നു പറയുമ്പോൾ ഞാൻ ടിക്കറ്റ് കാണിച്ചു ഫോണില്. ഇതില് ക്യാപ്ഷൻ ഇട്ടത് ആറാട്ടിനെ പോലീസ് തൂക്കിയാണ്. അവൻ വീഡിയോക്ക് എന്താ വെച്ചാൽ ഞാൻ ഇതിൽ മാത്രം പ്രശ്നമുള്ളൂ. എന്തൊക്കെ വളച്ചോടിച്ചു ഞാൻ പറയാത്ത എന്തൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കൽ ഒരു സിനിമയ്ക്ക് ഇറങ്ങി പോയപ്പോ എന്റെ ഹൊറർ മൂവിയെ അവൻ ഇട്ട ക്യാപ്ഷൻ ഞാൻ ഹൊറർ മൂവി കണ്ടു പേടിച്ചിട്ട് പോയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു വീഡിയോക്കാരൻ കാരണം എനിക്ക് അറ്റാക്ക് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. വിത്ത് സെക്കൻഡ് സിൽവയുടെ പേര് ഞാൻ പറയില്ല. വീഡിയോക്കാരൻ കാരണമാണ് ഞാൻ അവസരം അവ മൂവി കളി ഞാൻ അനുഭവിച്ചത്. താങ്കൾ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ താങ്കൾക്ക് എന്താ പറയാ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെക്സിനെ പറ്റി കാണിക്കുന്നത്. ചില കാര്യങ്ങൾ തോന്നിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യം റീച്ചിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്.